Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 4ൽ വരുന്ന ടോപ്പിക് ആണ് ആൻഡ്രോയിഡ് ഫയൽ സിസ്റ്റം AFS. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ്രോയിഡ് ഫയൽ സിസ്റ്റം AFS is a distributed network file system developed by Carnegie Mellon University. ഇതിനു വേണ്ടിയാണ് for use as an campus computing. Okay, campus computing and information system. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഫയൽ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതിന്റെ ഇന്റൻഷൻ എന്താണ്? ഓക്കെ, ഇന്റൻഷൻ എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ഇൻഫോർമേഷൻ ഷെയറിംഗ് ഓൺ എ ലാർജ് സ്കെയിൽ ഓഫ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണം. ഓക്കെ, then enterprises use an AFS to facilitate stored server file access between AFS client machines located in different areas. അതുപോലെ തന്നെ AFS support reliable servers. Okay, for all network clients accessing transparent and homogeneous namespace file locations. ഇനി എങ്ങനെയൊക്കെ AFS access ചെയ്യാം? From a distributed environment or location independent platform. ഇനി യൂസേഴ്സിന്റെ കേസ് എടുക്കാം. അപ്പോൾ യൂസർ accesses an AFS from a computer running any type of OS with Kerberos authentication and single namespace features. ഇതാണ് ബേസിക് ആയുള്ള കാര്യങ്ങൾ. ഓക്കെ, then in distributed network an AFS release on local cache. എന്തിനു വേണ്ടിയിട്ടാണ്? To enhance performance and reduce workload. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയാണ്, അതായത് വർക്ക് സ്റ്റേഷൻ റിക്വസ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? സെർവർ അതിന് റെസ്പോണ്ട് ചെയ്തു, അതായത് ഡാറ്റ കൊടുത്തു. ആ ഡാറ്റ എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷൻ ലോക്കൽ കേഷയിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും സെയിം ഡാറ്റ തന്നെ വർക്ക് സ്റ്റേഷൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദി ലോക്കൽ കേഷയിൽ എന്തുണ്ട്? ഡാറ്റ ഉണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഫുൾഫിൽസ് ദി റിക്വസ്റ്റ്. ഓക്കെ, then ഇനി നോക്കേണ്ടത് AFS networks employ server and client components as follows. നമുക്കതിന്റെ സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ അതിൽ ക്ലയന്റ് എന്ന് പറയുന്നത് എനി ടൈപ്പ് ഓഫ് മെഷീൻസ് ആയിരിക്കാം. ഓക്കെ, അതെന്ന് പറയുന്നത് എന്ത് ചെയ്യും? റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും അല്ലേ? ഫോർ AFS server file stored on a network. Then ഇനി സെർവർ എന്ത് ചെയ്യും? അതായത് റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റ് വരുമ്പോൾ സെർവർ എന്ന് പറയുന്നത് റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അതായത് റിക്വസ്റ്റഡ് ഫയൽ തിരിച്ച് സെൻഡ് ചെയ്യും. ആ ഫയൽ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? അതായത് ക്ലയന്റ് മെഷീൻസിന്റെ ലോക്കൽ കേഷയിൽ, നേരത്തെ പറഞ്ഞില്ലേ, ലോക്കൽ കേഷയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് പ്രസന്റഡ് ടു ദി ക്ലയന്റ് മെഷീൻ യൂസർ. Then when a user accesses the AFS, the client uses a callback mechanism. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. To send all changes to the server. Then frequently used files are stored for quick access in the client machine's local cache. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന 4 സ്റ്റെപ്സ് ആണ്. എന്തായാലും പഠിച്ചു വെക്കുക, കാരണം ഇനി വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഇനി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നോക്കി വെക്കുക. Then ഇനി നോക്കേണ്ടത് AFS equips users with multiple access control permissions as follows. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ലുക്കപ്പ്. എന്ന് പറയുന്നത് users may access and list AFS directory and subdirectory content and review a directory access control list ACL. Then insert of file എന്ന് പറഞ്ഞാൽ എന്താ? അതായത് യൂസേഴ്സിന് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം ന്യൂ സബ് ഡയറക്ടറീസ് ഓർ ഫയൽസ്. ഓക്കെ, ഡിലീറ്റ് ഡി അതായത് റിമൂവ് ചെയ്യാം. യൂസേഴ്സ് മേ റിമൂവ് ഡയറക്ടറി ഫയൽസ്. ദെൻ അഡ്മിനിസ്റ്റർ എ അതായത് യൂസേഴ്സ് മേ മോഡിഫൈ ദി ഹോം ഡയറക്ടറീസ് ACL. റീഡ് ആർ users may view file directory or subcategory contents as AFS supports the standard Unix owner read permission control set. Then write W എന്ന് പറയുന്നത് users may modify or write files as AFS support the Unix owner write permission control set. Then look K എന്ന് പറയുന്നത് process may use the directory to execute programs requiring flock files. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ വരുന്ന ആക്സസ് കൺട്രോൾ പെർമിഷൻസ്.
Then ഇനി വരുന്നത് ഡിസൈൻ ഡിസിഷൻസ് ഫോർ AFS. അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് ഓൾ ഫയൽ സർവിങ് എന്ന് പറഞ്ഞാൽ entire contents of directories and files transferred from server to client. അതാണ് all file serving. അതായത് എല്ലാ ഡയറക്ടറീസും ഫയൽസും സെർവറിൽ നിന്ന് ക്ലയന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ദെൻ ഓൾ ഫയൽ കാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കാഷെ കൺസെപ്റ്റ് പറഞ്ഞല്ലോ, സെയിം സംഭവമാണ് പറയുന്നത്. വെൻ ഫയൽ ട്രാൻസ്ഫർ ടു ക്ലയന്റ് എവിടെ സ്റ്റോർ ചെയ്യുക, അതായത് ക്ലയന്റ് കാഷയിൽ അല്ലേ. When file transferred to client, it will be stored on that client's local disk. Okay. Then, ഇനി നോക്കേണ്ടത് operation of AFS. Okay, അപ്പോൾ അതിൽ when a user process in a client computer issues an open system call. എന്തിനാണ് open system call ഇഷ്യൂ ചെയ്യുന്നത്, അതായത് shared file space നിന്ന് ഫയലിനെ കോൾ ചെയ്യാണ്. And there is not a current copy of the file in the local cache. Local cacheൽ എന്തില്ല, കോപ്പി ഇല്ല. അപ്പോൾ ഫയൽ എവിടെ ഉണ്ടാവുക, സെർവറിലാണ് ഉണ്ടാവുക അല്ലേ. ദി സെർവർ ഹോൾഡിംഗ് ദി ഫയൽ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഈസ് സെൻഡ് എ റിക്വസ്റ്റ് ഫോർ എ കോപ്പി ഓഫ് ദി ഫയൽ. ഓക്കെ, ദെൻ ദി കോപ്പി ഈസ് സ്റ്റോർഡ് ഇൻ ദി ലോക്കൽ യൂണിക്സ് ഫയൽ സിസ്റ്റം ഇൻ ദി ക്ലയന്റ് കമ്പ്യൂട്ടർ. എന്ത് ചെയ്യും, ആ കോപ്പി ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ദി റിസൾട്ടിംഗ് യൂണിക്സ് ഫയൽ ഡിസ്ക്രിപ്റ്റർ ഈസ് റിട്ടേൺ ടു ദി ക്ലയന്റ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇനി വരുന്നത് ക്ലയന്റിലുള്ള, അതായത് ക്ലയന്റ് കമ്പ്യൂട്ടറിലുള്ള പ്രോസസ്സുകൾ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് റീഡ്, റൈറ്റ് അതുപോലെ അതർ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. ഓക്കെ, സബ്സിക്വന്റ് റീഡ്, റൈറ്റ് ആൻഡ് അതർ ഓപ്പറേഷൻസ് ഓൺ ദി ഫയൽ ബൈ പ്രോസസ് ഇൻ ദി ക്ലയന്റ് കമ്പ്യൂട്ടർ ആർ അപ്ലൈഡ് ടു ദി ലോക്കൽ കോപ്പി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്ലയന്റിലുള്ള പ്രോസസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് സിസ്റ്റം കോൾ ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു, അതായത് ലോക്കൽ കോപ്പി ഉണ്ടല്ലോ, ആ ലോക്കൽ കോപ്പിയിലുള്ള അതിന്റെ കണ്ടന്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദി ലോക്കൽ കോപ്പി ഹാസ് ബീൻ അപ്ഡേറ്റഡ്, ഇറ്റ്സ് കണ്ടന്റ്സ് ആർ സെൻഡ് ബാക്ക് ടു ദി സെർവർ. സെർവറിലേക്ക് പിന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ദി സെർവർ അപ്ഡേറ്റ്സ് ദി ഫയൽ കണ്ടന്റ്സ് ആൻഡ് ദി ടൈം സ്റ്റാമ്പ് ഓൺ ദി ഫയൽ. അപ്പോൾ കോപ്പിയാണ് കിട്ടിയത് അല്ലേ, ആ ലോക്കൽ കോപ്പിയാണ് കിട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്യും, സെർവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ ഫയൽ ഉണ്ടല്ലോ അതിൽ അതിന്റെ കണ്ടന്റ്സ് ഒക്കെ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദി സെർവർ അപ്ഡേറ്റ്സ് ദി ഫയൽ കണ്ടന്റ്സ് ആൻഡ് ടൈം സ്റ്റാമ്പ് ഓൺ ദി ഫയൽ. ഓക്കെ, ഇനി ദി കോപ്പി ഓൺ ദി ക്ലയന്റ്സ് ലോക്കൽ ഡിസ്ക് ഈസ് റിറ്റെയിൻ ഇൻ കേസ് ഇറ്റ് ഈസ് നീഡഡ് അഗൈൻ ബൈ എ യൂസർ ലെവൽ പ്രോസസ് ഓൺ ദി സെയിം വർക്ക് സ്റ്റേഷൻ. അപ്പൊ വീണ്ടും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എന്തുണ്ടാവും, ക്ലയന്റ്സ് ലോക്കൽ ഡിസ്ക്, അതായത് ക്ലയന്റ് കാഷയിൽ അതിന്റെ കോപ്പി വയ്ക്കും. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കേണ്ടത് AFSന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. AFS ആർക്കിടെക്ചർ. അപ്പോൾ ഇവിടെ AFS ഈസ് ഇംപ്ലിമെന്റഡ് ആസ് 2 സോഫ്റ്റ്വെയർ കമ്പോണൻസ്. അതാണ് വീനസ് അതുപോലെ വൈസ്. അപ്പോൾ ഇവിടെ വർക്ക് സ്റ്റേഷൻ ഉണ്ട്, സെർവർ ഉണ്ട്, ദെൻ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ, അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ വൈസ് എവിടെയാണ്, സെർവേഴ്സിലാണുള്ളത് ആ സോഫ്റ്റ്വെയർ. ഓക്കെ, വീനസ് എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷനിലാണ് വരുന്നത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, അപ്പോൾ 2 സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞു, വൈസ് അതുപോലെ വീനസ്. വൈസ് എന്ന് പറയുന്നത് എന്താ, സെർവർ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് ദാറ്റ് റൺ ആസ് യൂസർ ലെവൽ യൂണിക്സ് പ്രോസസ്സിംഗ് ഈച്ച് സെർവർ കമ്പ്യൂട്ടർ. ഇനി വീനസ് എന്ന് പറയുന്നത് ക്ലയന്റ് കമ്പ്യൂട്ടറിലാണ് ഉണ്ടാവുക അല്ലേ. ഈസ് എൻ യൂസർ ലെവൽ പ്രോസസ് ദാറ്റ് റൺസ് ഇൻ ഈച്ച് ക്ലയന്റ് കമ്പ്യൂട്ടർ and correspond to the client module in our abstract model. ഇനി the files available to user process running on workstation എന്ന് പറയുന്നത് ലോക്കൽ ആവാം, ഷെയർഡ് ആവാം. ലോക്കൽ ഫയൽസ് ആർ ഹാൻഡിൽഡ് ആസ് നോർമൽ യൂണിക്സ് ഫയൽസ്. അതുപോലെ they are stored on workstations disk. അത് ആർക്കൊക്കെ അവൈലബിൾ ആവുക, അതായത് ലോക്കൽ യൂസർ പ്രോസസ്സിന് മാത്രമാണ് അത് അവൈലബിൾ ആവുള്ളൂ. അതായത് ലോക്കൽ ഫയൽസ് എന്ന് പറയുന്നത് ലോക്കൽ യൂസർ പ്രോസസ്സിന് മാത്രമാണ് അവൈലബിൾ ആവുള്ളൂ. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വർക്ക് സ്റ്റേഷൻ ഡിസ്കിലാണ്. ഓക്കെ, ഇനി ഷെയർഡ് ഫയൽസ് ആർ സ്റ്റോർഡ് ഓൺ സെർവേഴ്സ്. സെർവേഴ്സിലാണ് ഷെയർഡ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് കോപ്പീസ് ഓഫ് ദം ആർ കാഷ്ഡ് ഓൺ ദി ലോക്കൽ ഡിസ്ക് ഓഫ് വർക്ക് സ്റ്റേഷൻ. അപ്പം അതിന്റെ കോപ്പീസ് എവിടെ ഉണ്ടാവാം, കോപ്പീസ് എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷനിലാണ് വരുന്നത്.
Okay, copies of them are cached on the local disk of workstation. Okay, ഇനി നോക്കേണ്ടത് സിസ്റ്റം കോൾ ഇന്റർസെപ്ഷൻസ് ഇൻ AFS. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു, അതായത് ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലുള്ള പ്രോസസ്സിന് എന്ത് വേണം, ഫയൽ വേണം. അപ്പോൾ ഫയൽ എവിടെ ഉണ്ടാവാം, അതായത് സെർവറിലാണ് ഉണ്ടാവുക അല്ലേ. സെർവർ എന്ത് ചെയ്യും, അതായത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സെർവർ ആ ഫയൽ കൊടുക്കും. അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, അതായത് സെർവർ സൈഡിലുള്ള ഫയൽസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഷെയർഡ് ഫയൽസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കോപ്പീസ് ഒക്കെ എവിടെ ഉണ്ടാവും, വർക്ക് സ്റ്റേഷനിൽ യൂണിക്സ് ഫയൽ സിസ്റ്റം ലോക്കൽ ഡിസ്കിൽ നിന്നുണ്ട് അതിൻ്റെ കോപ്പീസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കോപ്പീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ കോപ്പി കിട്ടി. അതിൻ്റെ കോപ്പി എന്ന് പറയുന്നത് എവിടെയുണ്ട്, ഈ ലോക്കൽ ഡിസ്കിൽ അതിൻ്റെ കോപ്പി ഉണ്ട്. ഓക്കെ, വീണ്ടും ആ ഫയൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ വീണ്ടും സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കണോ, വേണ്ട. എവിടെയുണ്ട്, ഈ ലോക്കൽ ഡിസ്കിലുണ്ട്, അതിൻ്റെ കോപ്പി ഉണ്ട് അല്ലേ. അപ്പോൾ യൂസർ പ്രോഗ്രാം യൂണിക്സ് ഫയൽ സിസ്റ്റം കോൾസ്, അതായത് ഓപ്പൺ ക്ലോസ്, ഓക്കെ, അങ്ങനെയുള്ള ഫയൽ സിസ്റ്റം കോൾസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ എന്ത് ചെയ്യാണ്, അത് വീനസ് പ്രോസസ്സ്, അതായത് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലുള്ള വീനസ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നതിനെ പാസ് ചെയ്യുന്നു. ഓക്കെ, സെർവർ ആയിട്ട് പിന്നെ ഒരു ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ കോപ്പി ആ സെയിം ഫയലിൻ്റെ കോപ്പിയുടെ ലോക്കൽ ഡിസ്കിലുണ്ട്. ഓക്കെ, അപ്പം അതാണ് സിസ്റ്റം കോൾ ഇന്റർസെപ്ഷനിൽ പറയുന്നത്. അപ്പം അത് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, വീനസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി നോക്കേണ്ടത് കേഷെ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പം അതിൽ എന്താണ് വീനസ് പ്രോസസ്, അതുപോലെ വൈസ് എന്നുള്ളത് മനസ്സിലായല്ലോ. വീനസ് പ്രോസസ് എവിടെ ഉണ്ടാവുക, വർക്ക് സ്റ്റേഷനിലാണ്, ക്ലയൻറ്റ് സൈഡാണ്. അതുപോലെ വൈസ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക, സെർവർ സൈഡാണ് കേട്ടോ, അത് രണ്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ വൈസ് എന്താ ചെയ്യുന്നത്, അതായത് ഫയലിൻ്റെ കോപ്പി. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫയൽ എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ കാഷെയിൽ നോക്കിയപ്പോൾ ആ ഫയൽ ഇല്ല, അതിൻ്റെ കോപ്പി ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, യെസ്, സെർവറിൽ നിന്ന് കിട്ടണം അല്ലേ. അപ്പോൾ സെർവറിൽ നിന്ന് ഫയലിൻ്റെ കോപ്പി എന്ത് ചെയ്യാണ്, വൈസ് എന്ത് ചെയ്യാണ്, വീനസ് പ്രോസസ്സിലേക്ക് സപ്ലൈ ചെയ്യാണ്. അതിൻ്റെ കൂടെ വൈസ് സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ ബാക്ക് പ്രോമിസ്, അതായത് ഒരു ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എന്താണ് കോൾ ബാക്ക് പ്രോമിസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫയലിൻ്റെ ഈ കോപ്പി എന്ത് ചെയ്യാണ്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് ലോക്കൽ കേഷെ, അതായത് വർക്ക് സ്റ്റേഷനിലെ ലോക്കൽ കേഷയിലാണ് വെക്കുന്നത് അല്ലേ. ആ ഒരു കോപ്പിയിൽ വേറൊരു ക്ലയൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, മോഡിഫിക്കേഷൻസ് വരുത്താൻ പാടില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെർവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ക്ലയൻറ്റിനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, വേറൊരു ക്ലയൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഫയലിനെ മോഡിഫിക്കേഷൻ വരുത്താൻ പാടില്ല. അപ്പം അങ്ങനെ വരുന്ന കേസിലാവുമ്പോൾ എന്ത് ചെയ്യും, സെർവർ എപ്പോഴും ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കോൾ ബാക്ക് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, notify the Venus process when any other client modifies the file. Okay, the callback promise mentioned here is a mechanism for ensuring the cached copies of files are updated when another client closes the same file after updating it. Okay, callback promises are stored with cached files on the workstation disk and have two states, valid or cancel. അങ്ങനെ രണ്ട് സ്റ്റേറ്റുകളാണ് വരുന്നത്, വാലിഡ് ഓർ ക്യാൻസൽ. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റുകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് വാലിഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസൽഡ് ഉണ്ട്. അപ്പോൾ ടോക്കൺ വാലിഡ് ആണെങ്കിൽ എന്താ, ആ ഒരു കാഷേഡ് കോപ്പി എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി അത് ക്യാൻസൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ആ ഒരു ഫയലിൻ്റെ ഫ്രഷ് കോപ്പി എന്ത് ചെയ്യണം, വൈസ് സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇനി എപ്പോഴാണ് കോൾ ബാക്ക് പ്രോമിസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഏതെങ്കിലും വേറൊരു ക്ലയൻറ്റ് എന്താ ആ ഫയലിലേക്ക് അപ്ഡേഷനുള്ള റിക്വസ്റ്റ് കൊടുക്കുക, അതായത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക അല്ലേ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കോൾ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വീനസ് പ്രോസസ്സിലേക്ക് സെർവർ പ്രൊവൈഡ് ചെയ്യാണ് അല്ലേ. A callback is a remote procedure call from a server to a Venus process. Okay, when the Venus process receive a callback, it set the callback promise token for the relevant file to
cancelled. Okay. Then next ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക് സ്റ്റേഷൻ തന്നെ ഫെയിൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ വർക്ക് സ്റ്റേഷൻ ഫെയിൽ ആവാന്ന് പറഞ്ഞാൽ എന്താ, അതായത് സർവർ സൈഡിൽ നിന്ന് കോൾ ബാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് സ്റ്റേഷൻ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല, ഫെയിൽ ആയിപ്പോയി. പിന്നെ നോക്കേണ്ടത് റീസ്റ്റാർട്ട് ഓഫ് വർക്ക് സ്റ്റേഷൻ ആഫ്റ്റർ ഫെയിലിയർ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീനസ് വൈ സെർവറിലേക്ക് ഒരു കേഷെ വാലിഡേഷൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ contains file modification timestamp. ഇനി if timestamp is current എന്ത് ചെയ്യും? Server send valid. Okay, and callback promise is reinstantiated with valid. ഇനി timestamp എന്ന് പറയുന്നത് not current, അങ്ങനെയാണെങ്കിൽ server send cancelled. Okay. Okay. ഇനി നോക്കാൻ പോകുന്ന അതിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പം അതിൽ 4 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഓപ്പൺ, റീഡ്, റൈറ്റ്, ക്ലോസ്. ഓക്കെ, അപ്പം അതിൽ ഓപ്പൺ ഫയൽ നെയിം ദെൻ മോഡ്. അപ്പം എന്ത് ചെയ്യാണ്, ഈ ഫയൽ നെയിംസ് റെഫേഴ്സ് ടു ദി ഫയൽ ഇൻ ഷെയർഡ് ഫയൽ സ്പേസ് പാസ് ദി റിക്വസ്റ്റ് ടു വീനസ്. വീനസിലെത്തുമ്പോൾ എന്ത് ചെയ്യും, അതായത് ലോക്കൽ കേഷയിൽ ആ ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഇനി ആ ഫയൽ അവിടെ ഇല്ല, അതുപോലെ തന്നെ ദർ ഈസ് നോ വാലിഡ് കോൾ ബാക്ക് പ്രോമിസ്. അപ്പം എന്ത് ചെയ്യും, send a request for the file to the എവിടേക്ക് പാസ് ചെയ്യും, വൈ സെർവറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൈ സെർവറിൽ എത്തി. ഇവിടെ എന്താ, ട്രാൻസ്ഫർ എ കോപ്പി ഓഫ് ഫയൽ ആൻഡ് എ കോൾ ബാക്ക് പ്രോമിസ് ടു ദി വർക്ക് സ്റ്റേഷൻ. ക്ലയന്റിലേക്ക് അയച്ചു, ലോഗ് ദി കോൾ ബാക്ക് പ്രോമിസ്. ഇനി തിരിച്ച് വീനസിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക, പ്ലേസ് ദി കോപ്പി ഓഫ് ദി ഫയൽ ഇൻ ലോക്കൽ ഫയൽ സിസ്റ്റം അല്ലേ. ദെൻ എൻറ്റർ ഇറ്റ്സ് ലോക്കൽ നെയിം ഇൻ ദി ലോക്കൽ കേഷെ ലിസ്റ്റ് ആൻഡ് റിട്ടേൺ ലോക്കൽ നെയിം ടു യൂണിക്സ്. ഇനി യൂണിക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഓപ്പൺ ദി ലോക്കൽ ഫയൽ ആൻഡ് റിട്ടേൺ ദി ഫയൽ ഡിസ്ക്രിപ്റ്റർ ടു ദി ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ, റീഡ്. അപ്പോൾ റീഡ് എന്ന് പറയുമ്പോൾ റീഡ് ഫയൽ ഡിസ്ക്രിപ്റ്റർ ബഫർ ലെങ്ത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, പെർഫോം എ നോർമൽ യൂണിക്സ് റീഡ് ഓപ്പറേഷൻ ഓൺ ദി ലോക്കൽ കോപ്പി. ഇനി റൈറ്റ് എന്ന് പറയുമ്പോൾ ഫയൽ ഡിസ്ക്രിപ്റ്റർ ബഫർ ലെങ്ത്, അതിൻ്റെ പാരാമീറ്റർ ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിക്സ് സ്കാനിൽ എത്തുമ്പോൾ perform a normal Unix write operation on the local copy. അതായത് റീഡ് റൈറ്റ് ഓപ്പറേഷൻ, അതായത് എന്താ, മോഡിഫിക്കേഷൻ അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ക്ലോസ്, ലാസ്റ്റ് അറിയാലോ, ക്ലോസ് ഫയൽ ഡിസ്ക്രിപ്റ്റർ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ, ക്ലോസ് ദി ലോക്കൽ കോപ്പി ആൻഡ് നോട്ടിഫൈ വീനസ് ദാറ്റ് ദി ഫയൽ ഹാസ് ബീൻ ക്ലോസ്ഡ്. അപ്പോൾ വീനസിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, ഇഫ് ദി ലോക്കൽ കോപ്പി ഹാസ് ബീൻ ചേഞ്ച്ഡ് സെൻഡ് കോപ്പി ടു ദി വൈ സെർവർ ദാറ്റ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി ഫയൽ അല്ലേ. അതായത് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സെർവറിനെ ഇൻഫോം ചെയ്യണം അല്ലേ. അവിടെ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണ്ടേ. അപ്പൊ എന്ത് ചെയ്യും, വൈ സെർവറിൽ എത്തിയപ്പോൾ റീപ്ലേസ് ദി ഫയൽ കണ്ടന്റ് അല്ലേ, റീപ്ലേസ് ദി ഫയൽ കണ്ടന്റ്സ് ആൻഡ് സെൻഡ് കോൾ ബാക്ക് ടു ഓൾ അതർ ക്ലയൻറ്റ്സ് ഹോൾഡിംഗ് കോൾ ബാക്ക് പ്രോമിസ് ഓൺ ദി ഫയൽ. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്, അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നല്ല, എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ആ പറഞ്ഞ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് പഠിക്കുക, അതുപോലെ മുന്നേ പറഞ്ഞ സ്റ്റെപ്സുകളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാവരും പാസ്സാവും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.